ഇറാനിൽ നിന്ന് LPG വാങ്ങിയ ഇന്ത്യ 2019 ശേഷം ആദ്യമായാണ് ഇറാനിൽ നിന്ന് ഇന്ത്യ LPG വാങ്ങുന്നത്. ഇറാനിൽ നിന്ന് LPG വഹിച്ചുകൊണ്ടുള്ള അറോറ എന്ന കപ്പൽ ഉടൻ തന്നെ മംഗളൂരു തുറമുഖത്ത് എത്തും എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ആദ്യമായി 2019 ശേഷം ആദ്യമായിട്ടാണ് ഇറാനിൽ നിന്ന് LPG വാങ്ങുന്നുള്ള പ്രത്യേകതയാണ് ഇതിലുള്ളത്. 2019 അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ഇറാനിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതി ഇന്ത്യ നിർത്തിവെച്ചിരുന്നു. അമേരിക്ക ഉപരോധങ്ങളിൽ താൽക്കാലികമായി ഇളവ് നൽകിയതിനെ തുടർന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഇറാനിൽ നിന്ന് ഇന്ത്യ LPG വാങ്ങുന്നത്. ഇറാനിൽ നിന്നുള്ള ഈ LPG കാർഗോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ 3 പൊതുമേഖലാ കമ്പനികൾ പങ്കിട്ടെടുക്കുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വ്യാപാരി വഴിയാണ് ഇത് വാങ്ങിയതെന്നും രൂപയിൽ പണം നൽകാനാണ് തീരുമാനമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇറാനിൽ നിന്ന് കൂടുതൽ LPG വാങ്ങാനുള്ള സാധ്യതകളും ഇന്ത്യ പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ശിവാലിക്, നന്ദാദേവി, പൈൻ ഗ്യാസ്, ജംഗ്വസന്ത് എന്നീ 4 LPG ടാങ്കറുകൾ ഇന്ത്യ പതുക്കെ പുറത്തെത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇറാനും അമേരിക്ക, ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഊർജ്ജ വിതരണം തടസ്സപ്പെട്ടത് ഇന്ത്യയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ദശാബ്ദങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ പാചകവാതക പ്രതിസന്ധിയാണ് രാജ്യം ഇപ്പോൾ നേരിടുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് വിതരണത്തിൽ കുറവുണ്ടാകാതിരിക്കാൻ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള വിതരണത്തിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിലെ 2ാമത്തെ വലിയ LPG ഇറക്കുമതിക്കാരായ ഇന്ത്യ തങ്ങളുടെ ആവശ്യത്തിന്റെ 60% വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ന്യൂസ് ഡെസ്ക്